സിനിമയ്ക്കുള്ളിലെ ഇന്നസെന്റിനേക്കാൾ തമാശക്കാരനാണ് സിനിമയ്ക്ക് പുറത്തെ ഇന്നസെന്റ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ വായിക്കുന്ന അനുഭൂതി ഇന്നസെന്റിന്റെ സംസാരത്തിൽ നിന്നും കിട്ടുമെന്നാണ് മോഹൻലാൽ, പ്രിയദർശൻ അടക്കമുള്ളവരുടെ സാക്ഷ്യം. സ്കൂളിൽ തോറ്റു പഠിക്കുന്ന കാലത്ത് സ്ഥാനക്കയത്തിന് വേണ്ടി അധ്യാപകരെ വീഴ്ത്തിയതും മൈസൂരിയൻ കർണാടകക്കാരെ വീഴ്ത്തി തീപ്പെട്ടി കമ്പനി തുടങ്ങിയതും പിന്നീട് സിനിമാ നിർമ്മാതാവായി നടന്ന കാലത്ത് പലിശയ്ക്ക് പണം കിട്ടാൻ മാർവാടികളെ വീഴ്ത്തിയതുമെല്ലാം ചരിത്രപ്രസിദ്ധമായ ഇന്നസെന്റിയൻ കുസൃതി കഥകളാണ്. പരിസരബോധം മറന്നു ചിരിക്കാനുള്ള മിനിമം ഗ്യാരണ്ടിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ മോഹൻലാലിനും പ്രിയദർശനും ജയറാമിനും ഒക്കെ ഇന്നസെന്റിന്റെ ഫോൺ വിളി. എന്നാൽ ഇന്നിപ്പോൾ മൊബൈലിൽ ഇന്നസെന്റ് ആണ് വിളിക്കുന്നത് എന്നറിഞ്ഞാൽ മോഹൻലാലും ജയറാമും ശ്രീനിവാസനുമെല്ലാം ആദ്യം അന്വേഷിക്കുന്നത് ഇരിക്കാനൊരു സ്ഥലമാണ്. അതിന് കാരണം ഒടിഞ്ഞു തൂങ്ങിയ ഇടതുകാലുമായി 1.5 മാസം കിടന്ന സത്യനന്ദിക്കാരന്റെ ദുരനുഭവമായിരുന്നു. നെല്ലിയാമ്പതിയിൽ പുതിയ ചിത്രത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്താണ് ഇന്നസെന്റ് സത്യനന്ദിക്കാരനെ വിളിച്ചത്. മൊബൈൽ റേഞ്ച് പരിമിതമായ കാരണം സത്യൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നസെന്റ് വിട്ടില്ല. ആദ്യം റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും അത്യാവശ്യമായി ഒരു പരദൂഷണം പറയാനുണ്ടെന്നും പറഞ്ഞു. ഇന്നസെന്റിന്റെ പരദൂഷണം ഒരിക്കൽ കേട്ടാൽ മരണം വരെ ചിരിക്കാമെന്ന വ്യാമോഹത്തിൽ സത്യൻ മറ്റൊന്നും ചിന്തിക്കാതെ ഫോൺ ചെവിയിൽ നിന്നും എടുക്കാതെ റേഞ്ചും തിരിഞ്ഞ് ഇന്നസെന്റിന്റെ സംസാരം കാതോർത്തു പതിയെ നടന്നു. മറുതലയ്ക്കൽ ഇന്നസെന്റ് സ്കോർ ചെയ്യുകയാണ്. ഇന്നസെന്റിന്റെ പരദൂഷണം തലയ്ക്ക് പിടിച്ച സത്യൻ പരിസരമെല്ലാം മറന്ന് ചിരിച്ചിരിച്ച് പെട്ടെന്ന് ശൂന്യതയുടെ താഴ്ചയിലേക്ക് നിലംപതിച്ചു. നെല്ലിയാമ്പതിയിൽ പുതിയ ചിത്രത്തിന്റെ ചർച്ച നടന്ന റിസോർട്ടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ റിംഗ് റോഡിലേക്ക് പാരച്യൂട്ട് ഇല്ലാതെയായിരുന്നു സത്യനന്ദിക്കാട് ലാൻഡ് ചെയ്തത്. അപ്പോഴും ഇന്നസെന്റ് സംസാരം തുടരുന്നുണ്ടായിരുന്നു. 1.5 മാസം ഇടതുകാലിന്റെ ബാൻഡേജുമായി കിടന്ന സത്യനന്ദിക്കാടിനെ കാണാൻ വന്ന ഇന്നസെന്റ് ആദ്യം തിരക്കിയത് ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് വീണതെന്ന് ഭാര്യ നിമ്മി അറിഞ്ഞോ എന്നായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇന്നസെന്റ് ഫോണിൽ വിളിച്ചാൽ ഇരുന്ന് സംസാരിക്കണമെന്ന രഹസ്യ സർക്കുലർ മോഹൻലാൽ, ജയറാം, ശ്രീനിവാസൻ, പ്രിയദർശൻ തുടങ്ങിയവർ ചേർന്ന് മമ്മൂട്ടി അടക്കമുള്ള പല സുഹൃത്തുക്കൾക്കും കൈമാറിയിട്ടുണ്ടെന്നാണ് അറിവ്.